ചേരി നവീകരണ ചടങ്ങിൽ എംഎൽഎയും ചേരി നിവാസികളും തമ്മിൽ വാക്കേറ്റം. തിരുവനന്തപുരം നഗരസഭയുടെ ചേരി വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനത്തിനിടെയാണ് സിപിഎം എംഎൽഎ വി ശിവൻകുട്ടിയും ചെങ്കൽച്ചൂള ചേരി നിവാസികളും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ചേരി നിവാസികളെ എംഎൽഎ ഭീഷണിപ്പെടുത്തിയതോടെ പരിപാടി അലങ്കോലമായി പിരിഞ്ഞു. കേരള സുസ്ഥിര നഗര വികസന പദ്ധതിയുടെ ഭാഗമായുള്ള ചേരി വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് ചേരി നിവാസികളും എംഎൽഎ വി ശിവൻകുട്ടിയും തമ്മിലുള്ള വാക്കേറ്റത്തിൽ അലങ്കോലമായി പിരിഞ്ഞത്. ഇന്നലെ വൈകിട്ട് 5-നായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ചേരി നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നത്. മറ്റു പരിപാടികളിൽ തിരക്കിലായിരുന്നതിനാൽ മേയർ സ്വാഗത പ്രസംഗത്തിന് മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വേദിയിൽ നിന്നിറങ്ങി. ഈ സമയം ചേരി നിവാസികൾ മേയർ സി ജയംബാബുവിനോട് പരാതിപ്പെട്ടു. കുടിവെള്ളവും അടിസ്ഥാന സൌകര്യവുമില്ലാത്ത ചെങ്കൽച്ചൂളയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടല്ലേ ഇപ്പോൾ നവീകരണമെന്ന പ്രഹസനമെന്ന് ചേരി നിവാസികൾ ആരോപിച്ചു. ഈ സമയം വേദിയിലുണ്ടായിരുന്ന സിപിഎം എംഎൽഎ വി ശിവൻകുട്ടി ചേരി നിവാസികളെ മൈക്കിലൂടെ ഭീഷണിപ്പെടുത്തി. വോട്ട് ചെയ്യണ്ട, അവിടെ മര്യാദ ഇരുന്നാൽ ഇരുണ്ട, അങ്ങോട്ട് മാറി ഇരുന്നാൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ നാളെ ആളെ ഉണ്ട്, അവിടെ ഇരുന്നാൽ മര്യാദയ്ക്ക് ഇരുന്നാൽ. ചെങ്കച്ചൂളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ, കേട്ടോ. മര്യാദയ്ക്ക് ഇരുന്നാൽ ഇവിടെ ചെങ്കൽ പറയും. ഓ അവിടെ വലിയ ആശ വേറെ ഒരാൾക്കാർ ഇപ്പൊ ഞാൻ ഇറക്കി തരാം. ഇവിടെ കാണണോ? ചെങ്കച്ചൂളയ്ക്കകത്ത് ഒരാളിനെ ഇപ്പൊ ഇറക്കണ കാണണോ? മര്യാദയ്ക്ക് കേടെ രണ്ടത്തിനെ കാണിക്കുക. അങ്ങനെ അങ്ങനെ പറയണ്ട, അവിടെ അങ്ങനെ പറയണ്ട. മര്യാദ എന്തുവാണ് എന്തോ ഇത് സഹിച്ചിട്ട് പോകുന്ന സഹിച്ചേ ആണോ? കൊള്ളാലോ. സ്ഥലം വാർഡ് കൌൺസിലും കോൺഗ്രസ് പ്രവർത്തകയുമായ ബിജു ഹരികുമാറിനെയും എംഎൽഎ ശാസിച്ചു. ബിജു ഹരികുമാറാണ് വിളിച്ചോണ്ട് മര്യാദ വിളിച്ചോണ്ട് പോകും. വിളിച്ചോണ്ട് പോവരെ. മര്യാദകൾ കാണിച്ചാൽ തിരിച്ച് മര്യാദകൾ കാണിക്കും. ഓർമ്മ. ഞാൻ സിപിഎമ്മിന്റെ ആളാണ് ഞാൻ പറഞ്ഞത്. സിപിഎമ്മിന്റെ ആളാണ് ഞാൻ പറയുന്നത്. ഓർമ്മ വേണം. ആ മര്യാദയ്ക്ക് അവിടെ ഇരിക്കട്ടോ. മര്യാദയ്ക്ക് എത്ര കാണിക്കുന്നു. സിപിഎമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചേരി നിവാസികളെ എംഎൽഎ ഭീഷണിപ്പെടുത്തിയത് ശരിയായില്ലെന്നറിയിച്ച് ചേരി നിവാസികൾ ഇറങ്ങിപ്പോയതോടെ യോഗം അവസാനിച്ചതായി അറിയിച്ച് ശിവൻകുട്ടിയും മടങ്ങി.